വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്പേഴ്സ് വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ഏതാ പ്ലേസ് എന്ന്? ഞാൻ എപ്പോഴും പറയാറുള്ള അമ്പൂരിയിലെ മായങ്കടവ്. എന്റെ ഫസ്റ്റ് വീഡിയോയില്, ചാനലിൽ ഇട്ടേക്കുന്ന ഫസ്റ്റ് വീഡിയോയില് സ്ഥലത്ത് തന്നെ ഒന്നും കൂടെ വന്നു. അപ്പൊ എനിക്ക് എന്തോ ഈ പ്ലേസിൽ, ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല, എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്ന് ഒന്നും കൂടെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ഞാനും വാപ്പിയും മോളും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ 9 മണിയായി. എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും. ഒന്നും കൂടെ ഞാൻ പേടിച്ചു ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോ ഇനി മഴ ഉണ്ടാവുമെന്ന്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു, ഇനി മഴയാവോ ഇവിടെ വന്ന വീഡിയോ എടുക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇവിടെ എത്തി. 9 മണിയായി രാവിലെ. ഭയങ്കര സൈലന്റ് ആണ്. അധികം അങ്ങനെ ആരുമില്ല. ഞാൻ അന്ന് വന്നപ്പം ഈ ഉച്ച കഴിഞ്ഞൊരു 3 o'clock അന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നത്. ആ സമയത്ത് 2-3 ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 9 മണി ആയിട്ടുള്ളൂ, ആരുമില്ല. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എനിക്കെന്താ ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോ എന്റെ സന്തോഷം ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. എന്താ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ? പക്ഷെ അന്ന് ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ. ഇന്നിപ്പം വെള്ളം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആരെങ്കിലും കാണുവാണെങ്കിൽ കൂടെ ചോദിച്ചു നോക്കുക. ഇന്ന് എനിക്ക് പക്ഷെ കണ്ടിട്ട് വെള്ളം കുറവാന്ന് തോന്നുന്നു. അവിടെ 2 വള്ളം കിടപ്പുണ്ട്. പിന്നെന്താ, എനിക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു വ്യൂ ഇല്ലേ, അവിടെ ഒരു ചർച്ച ഇരിപ്പുണ്ട്. പിന്നെ കുറെ മരങ്ങള്, മലകള്, ഇങ്ങനെ മരം ഇങ്ങനെ കൂടി മല കണക്കിരിക്കുന്നില്ലേ. ഈ ചെടികളുടെ കളർ വേരിയേഷൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. സ്കൈയും ചെടികളുടെയൊക്കെ മരങ്ങളുടെ വേരിയേഷൻ കളർ വരുന്നത് ഗ്രീനിൽ, ഒരു ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, അങ്ങനെ ആ ഒരു കളർ വേരിയേഷൻസ് എനിക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു അൺപ്ലഗ്ഡ് ഒരു കുഞ്ഞു മ്യൂസിക് ഒക്കെ വെച്ചിട്ട് കുറച്ചു നേരം നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല രസമല്ലേ? നമ്മുടെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ടാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് വെച്ചാൽ നമ്മളൊരു കുറച്ചും കൂടെ ഒക്കെ ഏജ്ഡ് ഒക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഒരു കുഞ്ഞു വീടൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് ഇതുപോലെ ഇങ്ങനെ രാവിലെ വൈകിട്ടും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ചായയും കുടിച്ച് ഇങ്ങനെ പ്രകൃതി നോക്കിയിരിക്കണം. അതല്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും വലുതെന്ന് പറയണത്. നമുക്ക് ലൈഫ് സമാധാനവും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നതല്ലേ. ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല പ്ലേസ്. ഭയങ്കര സൈലന്റ് ആയിട്ടോ. കുഞ്ഞു കുഞ്ഞു ജീവികളുടെയൊക്കെ ശബ്ദം. എന്താ അതിനെ പറയുന്നത്, ചീവീടോ? നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. കാരണം വീട്ടിൽ പണ്ട് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കില്ലേ രാത്രി സമയത്ത് ചീവീട്. ആ ശബ്ദം വരെ എനിക്കിപ്പോ കേൾക്കാം. ചീവീടിന്റെ ശബ്ദം പോലെ കീന്നുള്ളൊരു ശബ്ദം. അപ്പൊ ഇതാ മഞ്ഞു എത്തിയിട്ടുണ്ട് അല്ലേ? മഞ്ഞിന് ഈ സ്ഥലം ഇഷ്ടമാണോ? ഇവിടുത്തെ ട്രീസ് കൊള്ളാം അല്ലേ? പിന്നെ എന്താ ഇഷ്ടം? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം നമ്മൾ നേച്ചറുമായിട്ട് അവർ കണക്റ്റഡ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ ഇവളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്, ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയിട്ട്. ആദ്യത്തെ കുറെ സമയങ്ങളിൽ ഇവർക്ക് അത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പാർക്കിൽ പോകണം, എനിക്ക് മുകളിൽ പോയാൽ മതി എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള വൈബ് സെറ്റാണ് അല്ലേ? ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരാറുണ്ട്. ആദ്യത്തെ സമയങ്ങളിൽ പാട്ട് കേൾക്കുന്നത് പോലും ആശാത്തിക്ക് മലയാളം പാട്ട് അൺപ്ലഗ്ഡ് ഒന്നും പിടിക്കത്തില്ലായിരുന്നു. വേണ്ട, ഇംഗ്ലീഷ്, ജപ്പാൻ, കൊറിയ, എനിക്ക് പോലും മനസ്സിലാക്കാത്ത ലാംഗ്വേജ്. ഞാൻ ചോദിക്കും, നീ എന്തിനാ ഇതൊക്കെ കാണുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ അൺപ്ലഗ്ഡ് കേൾക്കുന്നത് ഇവളാണ്. പ്രത്യേകം എന്റെ ഇഷ്ടങ്ങളുടെ ഇഷ്ടം തമ്മിൽ ഏകദേശം സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും ഇവക്ക് വേറെ കുറച്ചും കൂടെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഏത് പഴയ മൂവീസ് ഒന്നും അറിയില്ല. എന്നാലും പിന്നെ അതുപോലെ ഞാൻ ഇവളെ കാണാൻ ശ്രമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പഴയ മൂവീസ് എന്ന് വെച്ചാൽ 90s മൂവീസ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഫ്രൈഡേസോ ഈവനിങ് അല്ലെ, ചില ദിവസങ്ങളിൽ വീക്ക്ലി വൺസ് നമ്മളൊരു 90s മൂവി പ്ലേ ചെയ്യും. കൂടുതലും നമ്മള് ഊർവശിയുടെയൊക്കെ മൂവി ആയിരിക്കും അല്ലെ പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ആ മൂവി കണ്ടിട്ട് അതൊക്കെ കാണണ്ടേ, അതൊക്കെ കണ്ടിരുന്നാലേ അതിന്റെ ഒരു അല്ലെ, എനിക്കെന്തോ അതിനൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന എനിക്ക് നമ്മൾ പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റുമായിട്ട് കണക്റ്റൊക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത കുറെ നല്ല പാട്ടുകളാവട്ടെ, മൂവീസ് ആവട്ടെ 90s അപ്പൊ അതൊക്കെ ഞാൻ ഇവളെയും കൂടെ ഒന്ന് കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ.
ഈ കമന്റ് ഒന്നും എനിക്ക് ഇതുവരെ വന്നില്ല. എന്നാലും ഞാൻ എല്ലാത്തിനും പറയുന്നുണ്ട്. എത്ര ഇനി വരുമോ നമുക്ക് നോക്കാലോ. അപ്പോ ഇവിടെ 2 വള്ളം കിടപ്പുണ്ട് കേട്ടോ. 2 വള്ളം ആ സൈഡിൽ കിടപ്പുണ്ട്. പക്ഷേ ആളിനെ കണ്ടില്ല തുഴയാൻ. അന്ന് വന്നപ്പോ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. നമ്മളോട് കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ള ആ അപ്പൂപ്പൻ ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ ഏകദേശം ഇവിടെ വന്നിട്ട് 2 വർഷമാവും കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇപ്പം വീഡിയോ ഇട്ട് തുടങ്ങി. 4 വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു, കുഞ്ഞു കുഞ്ഞു വീഡിയോസ്. പക്ഷെ എന്താ ഞാൻ ഇന്ന് ഇവിടെ പിന്നെയും വന്നു നിങ്ങളുമായിട്ട്. അപ്പൊ നമുക്ക് അപ്പൂപ്പൻ ഉണ്ടോ നോക്കാം. അപ്പൂപ്പൻ ഉണ്ടെങ്കിൽ നമുക്ക് വള്ളത്തിലും കയറാം. ഓക്കെ, ചെറിയ മഴ വരുന്നു. ഞാൻ മഴയില്ലാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തായാലും വള്ളക്കാരനെ കിട്ടിയില്ല. അപ്പൊ നമ്മള് വള്ളത്തിൽ കയറാണ്ട് പോണ്ടെന്ന് പറഞ്ഞാൽ വള്ളത്തിൽ കയറിയതാ. വള്ളത്തിൽ കയറിയെന്ന് 1-2 ഫോട്ടോ എടുത്തപ്പോ മഴ പെയ്യ, പെരുമഴ ആവുന്നേ പോകുന്നു. എന്നാലും നിങ്ങൾ ആ മഴയത്തും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മഴ വന്നു. ഇനി അടുത്ത സ്പോട്ടിൽ പോകുമ്പോഴത്തേക്ക് മഴ ഉണ്ടോന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ ഈ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മഴ നനഞ്ഞുകൊണ്ട് വള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ നമ്മൾ വള്ളത്തിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങ് തുഴഞ്ഞു പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ തുഴയാൻ ആളെ കിട്ടാത്തല്ല. അല്ലെങ്കിൽ നടുക്കത്തിട്ട് നമ്മൾ ഫുൾ നനഞ്ഞ് കൊളായേനെ അല്ലല്ലേ മഴയത്ത്. അപ്പൊ ഞങ്ങള് 3 പേര് ഇതാ നിൽക്കുന്നു. എന്ന് പറയുമ്പോ 3 ജനറേഷൻ, വാപ്പി, ഞാൻ, മോള്, അങ്ങനെ ഞങ്ങൾ 3 ജനറേഷൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം വാപ്പി ഇവിടെ വന്നിട്ടുണ്ടോ? വാപ്പി അതോ ഫസ്റ്റ് ടൈം ആണോ? വാപ്പി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. എന്നെ പോലെ അല്ല, അധികം സംസാരിക്കുന്നത് കുറവാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വാപ്പിക്ക് ഇവിടെ കണ്ടപ്പോ ഇഷ്ടമായോ? വാപ്പി ഇതിനു മുന്നേ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ചുമ്മാ കേട്ടോ. എന്നാലും വന്നിട്ടുണ്ടോ? പാപ്പിക്ക് എങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം? ഇതുപോലെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത സ്ഥലമാണോ ഇഷ്ടം, അതോ ഭയങ്കര ബഹളമുള്ള സ്ഥലമാണോ ഇഷ്ടം? പാപ്പി സംസാരിക്കുന്നില്ല. പാപ്പയ്ക്ക് ചമ്മലാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്നെ വഴക്കൊക്കെ പറയണമെങ്കിൽ എന്നാ ബഹളത്തിൽ വഴക്ക് പറയുന്ന മനുഷ്യനാണെന്നറിയോ? പറ പാപ്പിക്ക് നേച്ചറാണോ ഇഷ്ടം, അതോ ഭയങ്കര ബഹളമുള്ള സ്ഥലമാണോ ഇഷ്ടം? അല്ലേ, എവിടെയാണ് പാപ്പി ഇഷ്ടം? വാപ്പി സംസാരിക്കില്ല കേട്ടോ. വാപ്പി ആകെ കോൺഷ്യസ് ആയി. അപ്പൊ മന്നുന് ഇവിടെയാണോ ഇഷ്ടം? മന്നുന് എന്തൊക്കെയാ പറയാനുള്ളത് ഇവിടെ കുറിച്ചിട്ട്? എന്തൊക്കെയാ മന്നുന് ഇഷ്ടമായത്? ട്രീസ്. മന്നുന് ഇവിടെയാണോ ഇഷ്ടം, അതോ ഭയങ്കര ബഹളമുള്ള പ്ലേസ് ആണോ ഇഷ്ടം? അതുപോലെ ബഹളമാണ് ഇഷ്ടം, ഇതുപോലെ കാമല്ല, ഭയങ്കര ബഹളം വേണം അല്ലേ? മന്നുന് ഭയങ്കര ബഹളം വേണം. എനിക്ക് 2 ഓക്കെയാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇതാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. വാപ്പിക്ക് 2 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഹോട്ടലോട്ട് പോകാനുള്ള സമയമായി. ഇന്നൊരു ദിവസമേ ഉള്ളൂ. ഇന്നൊരു ദിവസം വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് തന്നെ ഇവൾക്ക് സ്കൂൾ ലീവാണ്, ഡാൻസ് ക്ലാസ് ഇല്ല, ഡ്രോയിങ് ക്ലാസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. അപ്പൊ അടുത്ത സ്പോട്ടിലും പോകാൻ സമയമായി. അപ്പൊ അടുത്ത സ്പോട്ടിൽ എത്താം. അതിനു മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 റീൽസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നതായിരിക്കും. അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഇവിടെ മായങ്കടവിലുള്ള കുഞ്ഞു വീഡിയോ കഴിഞ്ഞു. പക്ഷെ ഇതിന്റെ വള്ളത്തിലുള്ള എക്സ്പീരിയൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്റെ ഫസ്റ്റ് വീഡിയോ ഒന്നും കൂടെ പോയി കാണാം. അപ്പൊ അതിന്റെ അകത്ത് വെള്ളത്തിൽ സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോകും, ഇറക്കും, അതൊക്കെ തന്നെയാണുള്ളത്. അന്നത്തെ വെള്ളത്തിന്റെ ആഴം കുറവാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. അന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ആഴം കുറവായിട്ടുള്ളത് പോലെ. അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.